അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മയുടെ റൂമിലേക്ക് റാഹില കടന്നു വന്നത് എന്തിനായിരിക്കും? നുസീബയുടെ മനസ്സിൽ ചെറിയൊരു ഭയം. പഠിച്ചോനെ, ഉമ്മാൻ്റെ ഒരുപാട് ആഭരണങ്ങളും ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആ അലമാരക്കകത്ത്. അവിടേക്ക് വല്ലാതെ ആരും അങ്ങനെ പ്രവേശിക്കാറില്ല. ഉമ്മയാണെങ്കിൽ എപ്പോഴും അവിടെ. ഇതെന്തിനാ അവൾ തുറന്നിട്ടത്? എനിക്കറിയുന്നില്ല റബ്ബേ. ഇനിയിപ്പോൾ എന്തെങ്കിലും വേണ്ട. എന്തിനാണ് ഞാൻ വെറുതെ ഓരോരുത്തരോട് തെറ്റിദ്ധരിക്കുന്നത്? അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. പഠിച്ചോനെ, നീ പുറത്തു കൊണ്ടാ. ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് വെറുതെ ചിന്തിക്കാൻ പാടില്ല. നുസൈബയുടെ ആ മനസ്സ് അങ്ങനെയായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴതാ ഷമ്മാസ് വിളിക്കുന്നു. ഹലോ. ആ ഇല്ല. അതെന്താ കഴിക്കാത്തേ? കഴിച്ച പെണ്ണെ. അല്ല, അവളെവിടെ? റാഹില. ആ ഇക്ക, അവളവിടെ ഉണ്ടായിരുന്നു. അവൾ ഉമ്മയുടെ റൂമിൻ്റെ ആ ഭാഗത്ത് നിന്ന് വരുന്നത് കണ്ടു. പിന്നെ നുസി, ആ ഭാഗം അതിങ്ങോട്ട് അടച്ചിട്ടേക്ക് കേട്ടോ. അത് ലോക്ക് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യണ്ട. കാരണം ഉമ്മയുടെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ അവിടെ ഉണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കണം. ഞങ്ങൾ പോലും ശരിക്കും കാണാത്ത അലമാരക്കകത്ത് എന്തൊക്കെയോ ഉണ്ട്. അതായത് പഴയ കാലത്തെ ഗോൾഡുകൾ ഉപ്പ കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങളൊക്കെ ആൺകുട്ടികളായതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. സാജിത്താക്കാണെങ്കിൽ 100 പവന് കൊടുത്ത് കെട്ടിച്ച് വിട്ടതുമാണ്. പിന്നെ ഉമ്മയുടെ മുതലിൻ്റെ കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടാവും. അതിനുള്ളിൽ ആധാരമൊക്കെ ഉണ്ടാവും. ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഭാഗത്തേക്കൊന്നും വല്ലാതെ അടുപ്പിക്കണ്ട. അതിപ്പോൾ എന്തൊക്കെ തന്നെ വിശ്വസ്തരായ സ്ത്രീകളാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം, നല്ലതാണ്. ഓക്കെ ഇക്ക. ഇല്ല കേട്ടോ, അവളുടെ ക്ലീൻ ചെയ്യാനെങ്ങാനും പോയതാന്ന് തോന്നുന്നു. ഒരിക്കലും അവളെ തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് അവൾ പറഞ്ഞത്. നുസി ശ്രദ്ധിക്കണേ, ഒരു കണ്ണെപ്പോഴും വേണം. അല്ലിക്ക, നിങ്ങളെപ്പോഴും വരുന്നത്? ഞാൻ ഏകദേശം നോക്കട്ടെ, കുറച്ച് നേരത്തെ വരാൻ വേണ്ടി നോക്കാം കേട്ടോ. ആ വേഗം പോരി. നുസൈബയുടെ കൂടെ റാഹില വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു കുറച്ച് സമയം സിറ്റ് ഔട്ടിൽ. വൈകുന്നേരമൊക്കെ ആയപ്പോൾ സമയം മഗ്‌രിബാങ്ക് കൊടുക്കുവാൻ വേണ്ടി നിൽക്കുന്നു. നുസൈബ പറഞ്ഞു, അല്ലാ, മഗ്‌രിബാങ്ക് കൊടുക്കാനായി. ഉമ്മ ഉണ്ടെങ്കിൽ ഈ നേരത്തെ ഇവിടെ ഇരിക്കാൻ അയക്കൂല. ഞാൻ അകത്തേക്ക് കയറട്ടെ കേട്ടോ. ആ ഞാനും കയറുന്നതാണ്. എന്നാൽ ഈ സമയമായപ്പോഴേക്കും അവൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. നിസ്കാരം, ദുആയും പ്രാർത്ഥനയും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് നുസൈബ ഇശാ നിസ്കരിച്ച് നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്നു. പെട്ടെന്ന് ആ കാഴ്ച കണ്ട് അവളൊന്ന് ഞെട്ടി. റാഹില, ആ ഇത് ഇക്കയുടെ ഡ്രസ്സാണ്. ഞാൻ അയൺ ചെയ്ത് വെക്കുകയാണ്. അത് ഇക്കക്ക് നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണല്ലോ. അപ്പോൾ ഇപ്പം തന്നെ അയൺ ചെയ്ത് വെച്ചാൽ സുഖമാണല്ലോ. ഷമ്മാസിനെ കാത്തിരുന്ന് നുസൈബ അവിടെ ഇരിക്കണേ ഡൈനിങ് ഹാളിൽ. അതിൽ റാഹില പറഞ്ഞു, നുസിത്ത, നിങ്ങൾ പോയി കിടന്നോളൂ. ഞാൻ വാതിൽ തുറന്നു കൊടുത്തോളാം ഇക്കാക്ക്. നിങ്ങൾ ഈ സമയത്ത് ഉറക്കമൊഴിക്കണ്ടല്ലോ. സ്നേഹത്തോടെയാണെന്ന് അവൾ കരുതുന്നു. വേണ്ട മോളെ, നീ കിടന്നോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല ഇത്ത, വേണ്ട. പ്രത്യേകമായിട്ട് ഇത്തയുടെ കാര്യമൊക്കെ നോക്കേണ്ടതല്ലേ എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ പോയി കിടന്നോളി. ഞാൻ വാതിൽ തുറന്നു കൊടുത്തോളാം. എണീക്ക്, പോയി കിടന്നോളി. പിന്നെ ഇന്ന് അല്പം ലേറ്റായെന്ന് തോന്നുന്നു. എന്താ അറിയുന്നില്ല. സമയം എന്നോട് പറഞ്ഞതിന് കുറച്ച് നേരത്തെ വരുന്നൊക്കെ. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ സാധനങ്ങൾ വന്നിട്ടുണ്ടോ എന്തോ അറിയില്ല. നുസൈബ സോഫയിൽ ഒരുപാട് ഇരുന്നപ്പോൾ നേരെ ബെഡ്റൂമിലേക്ക് പോയി അവിടെ ഒന്ന് ചെരിഞ്ഞ് കിടന്നു. അല്ലാ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് എത്തിയിരിക്കുന്നു. കോളിംഗ് ബെൽ മുഴങ്ങി. നുസൈബ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതാ അവൾ ഓടി ചെല്ലുന്നു വാതിലിനടുത്തേക്ക്. നുസൈബ പതുക്കെ, അവളുടെ വയറുകൊണ്ട് അവൾക്ക് അത്ര ധൃതിയിലൊന്നും എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ പതുക്കെ, അല്ലാ പഠിച്ചോനെ. നുസിത്ത, നിങ്ങൾ എണീക്കണ്ട, ഞാൻ തുറന്നു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഓടിയത്. പഠിച്ചോനെ, ഷാമോനൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഷാമോന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ നീ തന്നെ വന്നാൽ മതി എന്നുള്ളത്. ഓ, ഞാൻ നടന്നെത്തുമ്പോഴേക്കും അവൾ അപ്പോഴേക്കും അതാ വാതിലിൻ്റെ അടുക്കൽ എത്തിയിരുന്നു. വാതിൽ പെട്ടെന്ന് തന്നെ അവൾ തുറക്കുന്നു. ആ ഷാമോനെ, കയറിക്കോളി. സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖമായിരുന്നു ഷാമോൻ പ്രതീക്ഷിച്ചത്. പക്ഷേ കണ്ടത് റാഹിലയുടെ മുഖമാണ്. ഇരിക്കേ. എന്താ വേണ്ടത് കുടിക്കാൻ? എനിക്കൊന്നും വേണ്ട, ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ. നേരെ അതാ നുസിയുടെ റൂമിലേക്കാണ് വരുന്നത്. നുസി അപ്പോൾ എഴുന്നേറ്റ് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. നുസി, വേണ്ട, അവിടെ കിടന്നോ, എഴുന്നേൽക്കണ്ട. ഷാമോനെ, എന്താ മുഖത്ത് എന്തൊരു വല്ലാത്ത? ഒന്നുമില്ല.
സുഖമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്? ഇല്ലിക്ക, ഒന്നും കുഴപ്പമില്ല. അപ്പോഴേക്കും അതാ വിളി തുടങ്ങി. ഷാമോനെ, ഇക്ക. ഷാമോൻ നുസൈബയുടെ മുഖത്ത് നോക്കി. എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഷാമോനെ, ഇക്ക. ഞാനിപ്പോൾ എന്തത് സത്യത്തിൽ? ഇക്ക സാരല്ല, പാവം പെൺകുട്ടിയല്ലേ, നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഓൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണ്, കാരണം ഓൾ ഡ്യൂട്ടിയല്ലേ എന്ന് വിചാരിച്ച്. സാരല്ല നുസി, കരുതൽ വേണം കേട്ടോ എപ്പോഴും. വേലക്കാരിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഷമ്മാസിന് തീരെ അങ്ങ് തൃപ്തിയില്ലായിരുന്നു. എന്തെന്നറിയില്ല, അവൻക്ക് ഇനിയിപ്പോൾ നുസിക്കൊരാളായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ നിർത്തിയതാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാലും നല്ല ശ്രദ്ധ വേണം, അല്ലെങ്കിൽ പെട്ടുപോവും. കാരണം എൻ്റെ അളിയന് വന്ന ഒരു ഗതി ഒരു പക്ഷേ വരാൻ പാടില്ലല്ലോ എന്നാണ് അവൻ വിചാരിച്ചത്. ഷമ്മാസ് ഫ്രഷായി. അപ്പോഴേക്കും അവൾ ചപ്പാത്തിയും ചിക്കൻ കറിയുമെല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇക്ക, ഇക്ക, ഇതാ ഭക്ഷണം കഴിച്ചോളി. ഷമ്മാസ് ഒന്നും മിണ്ടുന്നില്ല. നുസൈബ് എഴുന്നേൽക്കുവാൻ വേണ്ടി നിന്നപ്പോൾ, വേണ്ട, നീ അവിടെ കിടന്നോ. ഷമ്മാസ് പതുക്കെ എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിൻ്റെ അടുക്കലേക്ക് ഇരുന്നു. എന്നാൽ തൊട്ട് മുമ്പിലായിട്ടും ആ പെണ്ണ് ഇരിക്കുന്നുണ്ട്. ശരിക്കും ഷമ്മാസ് ഒന്ന് ഞെട്ടി. പക്ഷേ എഴുന്നേറ്റ് പോ എന്ന് പറയാൻ അവൻക്ക് അർഹതയില്ലല്ലോ, അത് പറയുന്നത് ശരിയല്ലല്ലോ, അതൊരു മാന്യതയല്ലല്ലോ എന്ന് കരുതിയിട്ട് അവനൊന്നും പറഞ്ഞില്ല. അല്ലിക്ക, എന്തെന്ന് ലേറ്റായത്? എന്താ ലേറ്റായത്? എന്നും നേരത്തെ വരാറുണ്ടെന്നാണല്ലോ നുസിത്ത പറഞ്ഞത്, ഇന്നിപ്പോൾ എന്താ ലേറ്റായത്? അവൾ ഓരോ ചോദ്യം. അത് എനിക്ക് കുറച്ച് ലോഡ് വന്നിരുന്നു, അതൊക്കെ ഒന്ന് 2 ഷോപ്പിലേക്കും കൊണ്ടുപോലും. 2 ഷോപ്പ് ഉണ്ടല്ലേ? 2 ഉണ്ട്, ഒന്ന് അധികമായിട്ടൊന്നുമില്ല. ഓ, അപ്പോൾ അതിലെല്ലാം ഐഫോണാണോ? അല്ല, അത് ഒന്നിൽ ആൻഡ്രോയിഡ് ഉള്ളതുണ്ട്, ഒന്ന് ഐഫോണിൻ്റെ ആയിട്ട് വേറെ ഉണ്ട്, അങ്ങനെ 2 ഷോപ്പാണ്. ഓ, ഒരു ദിവസം കാണാൻ ആഗ്രഹമുണ്ട്, കാണാൻ വരാൻ പറ്റുമോ? ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല. അത് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വരിക, കാണാൻ എന്തിനു വരണേ? ഫോണിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ വരണം, അല്ല എന്താ? ഇക്ക, ഇത് കഴിക്ക്. അവൾ വീണ്ടും 2 ചപ്പാത്തി മുറിച്ച് ഷമ്മാസിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. അതിൽ കറി ഒഴിച്ച് കൊടുത്തു. ഹേയ് വേണ്ട, ഞാൻ മതിയാക്കി, നിർത്തി, എനിക്ക് മതി. അങ്ങനെ പറ്റില്ലല്ലോ. എന്തിപ്പോൾ വെറും 2 ചപ്പാത്തി മാത്രമാണോ കഴിച്ചത്? നല്ല നൈസായി പരത്തിയ ചപ്പാത്തിയാണ് കേട്ടോ, ഇത് കഴിച്ചോളി. ഇതാ, പിന്നെ കൂടെ സാലഡും ഒക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് മതിയായിരുന്നു. എന്താണെന്നറിയില്ല, ഷമ്മാസിൻ്റെ മനസ്സ് പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ട് അവൾ വളരെയധികം താഴ്മയോടും കൊഞ്ചലോടുമാണ് സംസാരിക്കുന്നത്. പാവം ഗർഭിണിയായ നുസി, അവൾ ഇതൊന്നും അറിയുന്നില്ല. അവൾ അറിയാതെ അവിടെ കിടന്ന് മയങ്ങിപ്പോയിരിക്കുന്നു എന്നർത്ഥം. ഷമ്മാസ് ഭക്ഷണം കഴിച്ച് കൈ കഴുകിയപ്പോഴേക്കും അവൾ തോർത്തുമായി. ഇത് ഇക്ക, കൈ തോർത്താൻ ഇവിടെ ടർക്കി ഉണ്ടല്ലോ, അത് വേണ്ട, അത് മുഷിഞ്ഞതാണ്, അത് നാളെ അലക്കാടുത്തോളാം. അവളുടെ കയ്യിൽ നിന്ന് ആ തോർത്ത് വാങ്ങി ഷമ്മാസ് കൈ തോർത്ത്. ഇക്ക, അവൾ വിളിച്ചു. ഷമ്മാസ് തിരിഞ്ഞു നോക്കി. എന്താ? ഇതാ നിങ്ങളുടെ ഡ്രസ്സ്, നാളെ ഇടാനുള്ള ഡ്രസ്സ് ഇട്ടോ, അയൺ ചെയ്ത് വെച്ചതാണേ, ഇനി ചുളിക്കണ്ട. ഷമ്മാസിൻ്റെ കൈകളിൽ അവളത് ഏൽപ്പിക്കുന്നു. പഠിച്ചോനെ, എന്തൊക്കെയത്, എന്തൊരു... അവനത് വാങ്ങി നേരെ അലമാരക്കകത്ത് കൊണ്ടു. അതെ, അവിടെയൊന്നും വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ഹാങ്കറിൽ ഞാൻ ഇട്ടോളാം, ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞ് അവൾ അത് കയ്യിൽ നിന്ന് വാങ്ങി അവിടെ അത് ഹാങ് ചെയ്ത് വെച്ചു. ഇനി അലമാരക്കകത്ത് വെച്ചാലേ ചിലപ്പം ചുളിഞ്ഞു പോവും, സ്റ്റാൻഡേർഡായിട്ട് ഇറങ്ങേണ്ടതല്ലേ. അപ്പോൾ ഇക്ക, ചുടുവെള്ളം എന്തെങ്കിലും വേണോ? ഞാൻ കൊണ്ടുവന്ന് വെക്കണോ? സ്നേഹത്തോടെ അവൾ വീണ്ടും വീണ്ടും ഷമ്മാസിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുകയാണ്. പാവം നുസി, അവൾ ക്ഷീണത്താലും അവളുടെ വയ്യായിക കൊണ്ടും അവൾ ആകെ തളർന്ന് ഉറങ്ങിപ്പോയിരിക്കുന്നു, ഒന്നും അറിയുന്നില്ല. എന്നാൽ ഷമ്മാസിൻ്റെ റൂമിലേക്ക് അവൾ വീണ്ടും വന്ന്, നുസിത്ത് ഉറങ്ങിയില്ലേ പാവം, ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഈ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, പാവം ഉറങ്ങിക്കോട്ടെ, നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും. ഏതായാലും ആണുങ്ങൾക്ക് ഇങ്ങനെ കാവുമ്പോഴും ബുദ്ധിമുട്ടാണല്ലേ. നിങ്ങൾ വരുന്ന സമയത്തൊക്കെ വൈഫ് ഇങ്ങനെ ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോൾ. റാഹില, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അത് നിനക്കറിയില്ലേ? എപ്പോഴും ആക്റ്റീവ് ആണെന്ന് എനിക്കൊരു നിർബന്ധമില്ല, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇക്ക, നിങ്ങൾ എന്തേ പറയുന്നത്? അങ്ങനെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഒരാൾ വേണ്ടേ അതൊക്കെ ഉണ്ടാക്കി തരാനും ഒക്കെ കെയർ ചെയ്യാനൊക്കെ? എൻ്റെത് പിന്നെ അത്ര ഉറപ്പൊന്നുമില്ലല്ലോ, ഞാനിപ്പോൾ പോകൂലേ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, അവളുടെ കാര്യങ്ങളും ഞാൻ ചെയ്യും. ഇതുവരെ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അതൊന്നും കുഴപ്പമില്ല. ഇക്ക, എന്തിനാ ബുദ്ധിമുട്ടുന്നത്?
അവൾ സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ അടുക്കലേക്ക് അങ്ങനെ വരികയാണ്. ഒന്നുമില്ല. കിടക്കാനായോ? ഇല്ല, ഞാൻ ന്യൂസ് പേപ്പർ നോക്കിയിട്ടില്ല. അങ്ങനെ ഏതാ അവൻ നേരെ സിറ്റ് ഔട്ടിലേക്ക് പോയി. ഭക്ഷണം കഴിഞ്ഞ് അല്പം കഴിഞ്ഞ് ന്യൂസ് പേപ്പറെല്ലാം നോക്കിയിട്ടാണ് സാധാരണ രീതിയിൽ അവൻ ബെഡ്റൂമിലേക്ക് ചെല്ലാറുള്ളത്. അവൻ ഇന്നത്തെ പത്രം ഇവിടെ ഇതായിക്ക, ഇതല്ലേ? നല്ല രീതിയിൽ മടക്കിയാണ് അവളത് വെച്ചിരുന്നത്. അവളുടെ കയ്യിൽ നിന്ന് ഷമ്മാസ് അത് വാങ്ങി. അവൻ അതാ ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഇക്ക. ആ, എന്നാൽ തൊട്ട് പിന്നിലായിട്ട് റാഹില വന്ന് നിൽക്കുന്നുണ്ട്. സമയം 10:10 ടൈം. ആ ഒരു ടൈമിന് ഒരു അന്യപുരുഷൻ്റെ പിന്നിലായിട്ട് ഒരു പെണ്ണ് അവിടെ നിൽക്കുകയാണ്, ഇക്ക എന്ന് വിളിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് എന്താണ് അറിയുന്നില്ല, അവന് എന്തൊക്കെയോ തോന്നിപ്പോവുകയാണ്. റാഹില, നീ കിടന്നോ, ഞാൻ വരാം, ചെല്ല്. റാഹിലയോട് അങ്ങനെ ഷമ്മാസ് പറയുന്നു. ഏയ് വേണ്ടിക്ക, ഞാൻ ഇവിടെ നിന്നോളാം. പിന്നെ വാതിലൊക്കെ ശരിക്ക് അടച്ചു പൂട്ടാതെ നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാലേ എനിക്കെൻ്റെ ജോലി പോകും. പിന്നെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയുള്ള ആളുകളാണേ. ഞങ്ങൾക്ക് നല്ല പ്രാരാബ്ദങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ജോലിയൊന്നും കിട്ടാതായി കഴിഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷനാണ്. കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ ഒരുപാട് പ്രയാസപ്പെടും. അപ്പം പിന്നെ ഞാൻ ആങ്ങളുണ്ട്, അവൻ നോക്കൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ജീവിതം കഴിഞ്ഞു പോണ്. പിന്നെ ഇത്താത്താൻ്റെ ഫാമിലി നിങ്ങൾക്ക് അറിയില്ലേ, അത് അവർ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമുള്ള ടീമാണല്ലോ. നിങ്ങളെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുന്നതും തരുന്നതൊക്കെ അല്ലേ അവർക്കുള്ളൂ. പിന്നെ കല്യാണത്തെക്കുറിച്ചൊക്കെ എനിക്ക് അവളുടെ ഓരോ കാര്യങ്ങൾ അതാ ഷമ്മാസിൻ്റെ മുന്നിൽ കെട്ടഴിക്കുന്നു. ഇക്ക, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കല്യാണം കഴിക്കാത്ത പെണ്ണാന്നല്ലേ. ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി. റാഹില, ഞാൻ പറഞ്ഞല്ലോ ന്യൂസ് ഉള്ളപ്പോൾ ഈ കഥയൊക്കെ പറയാം. ഇപ്പം എനിക്കിത് കേൾക്കണ്ട. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കട്ടെ, ദയവായി അങ്ങോട്ട് പോയിക്കോളൂ. എന്താ ഇക്ക നിങ്ങളീ പറയുന്നത്? ഞാൻ ഒന്നും പറയണില്ല, ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ഒരാൾക്കും ഭാരമായിട്ട് നിൽക്കുന്നുമില്ല. പക്ഷേ നിങ്ങൾ നല്ല വീട്ടുകാരാണ്, നല്ല ആളുകളാണ് പറഞ്ഞപ്പോൾ എൻ്റെ ഇത്താത്ത പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ വന്നത്. എങ്കിലും എൻ്റെ മനസ്സിലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരാളോടെങ്കിലും പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുവരെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതാണ് അതെല്ലാം. അവളുടെ ആ കള്ളക്കണ്ണീര് കണ്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സ് അല്പം അലിഞ്ഞു. റാഹില, എന്താണ് നീ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അതെ ഇക്ക, എൻ്റെ കഥ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. റാഹില കല്യാണം കഴിച്ചതാണോ? അതെ. എന്നിട്ട് ഇവിടെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോയി. പിന്നെ ഞാൻ ഓ അങ്ങനെയാണല്ലേ. എന്നിട്ട് കേസൊന്നും കൊടുത്തില്ലേ? കേസും കൂട്ടത്തിലൊന്നും പോകാനും ഞങ്ങളെ കയ്യിൽ ക്യാഷില്ലല്ലോ. അതിനുശേഷം എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ഭർത്താവ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു വീട് പണികളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. അല്ലാതെ നിങ്ങൾ ആരെയോ ഞാൻ മനസ്സിലാകുന്നുണ്ട്. റാഹില, നിന്നെ അവനെ ഉപേക്ഷിച്ചോ ശരിക്കും? ആദ്യമേ എന്നെ ഇഷ്ടമല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഞാൻ മഹർ വരെ തിരിച്ചു കൊടുത്തേക്കാണ്. ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ തന്നെ ആയിരുന്നു. വന്നെന്ന് തന്നെ 4 കല്ല വന്നത്. പിന്നെ എനിക്ക് അദ്ദേഹത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ കല്യാണം കഴിയാത്ത പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും. ഷമ്മാസിന് അതെല്ലാം കേട്ടപ്പോൾ വളരെയധികം എന്തൊക്കെയോ തോന്നിപ്പോയി. പഠിച്ചോൻ, എന്തൊക്കെയാണ് ഇതിവിടെ പറയുന്നത്? എനിക്ക് എന്താണിത്? ഷമ്മാസ് ന്യൂസ് പേപ്പർ മടക്കി അവിടെ നിന്ന് എഴുന്നേറ്റു. നാളെ വായിക്കാം, അതായിരിക്കും നല്ലത്. റാഹില, പോയി കിടക്ക്, വാതിലടക്കണം. ഇക്ക പോയി കിടന്നോളൂ, ഞാൻ വാതിലടിച്ചോളാം. വേണ്ട. ഷമ്മാസ് അല്പം ഗൗരവത്തോടു കൂടി തന്നെയാണ് അത് പറഞ്ഞത്. വാതിലടിച്ച് അകത്തെത്തിയപ്പോൾ ഷമ്മാസ് അവളോട് ചോദിച്ചു, റാഹില, നിനക്ക് ക്യാഷ് വല്ലതും? വേണ്ടിക്ക, ഇന്നലല്ലേ തന്നത്, അതിൻ്റെ കയ്യിലിരിപ്പുണ്ട്. എന്നാൽ പോയി കിടക്ക്. നുസൈബയുടെ റൂമിലെത്തി ഷമ്മാസ് വാതിലടച്ചു. എന്നാൽ ഈ സമയം അവൾക്ക് ഉറക്കം വരുന്നുണ്ടില്ലായിരുന്നില്ല.
എന്താണ് നല്ലൊരു കോമളനായ യുവാവ്, എന്ത് ഭംഗിയെ കാണാൻ. അദ്ദേഹത്തിനോട് സംസാരിക്കണമെന്നെ വല്ലാത്തൊരു ഇഷ്ടം തോന്നാണ്. എന്താ അറിയില്ല, അല്ലെങ്കിലും ഗർഭിണിയായ പെണ്ണാണ് അവളെ കൊണ്ട് ഒന്നിനും കഴിയില്ലല്ലോ ഇപ്പോൾ. അതിന് പകരമായിട്ടല്ലേ ഞാനിങ്ങോട്ട് കയറി വന്നത്. പക്ഷെ ഞാൻ എൻ്റെ യാതനകളും വേദനകളും പറഞ്ഞിട്ടെങ്കിലും ഷമ്മാസിൻ്റെ മനസ്സൊന്ന് അലിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അദ്ദേഹം ചോദിക്കുന്നത് ക്യാഷ് വല്ലതും വേണമെന്നാണ്. ഒരിക്കലും ക്യാഷ് മാത്രമല്ല എനിക്ക് ആവശ്യം. എനിക്ക് ഒരാണിൻ്റെ സ്നേഹം കൂടി കിട്ടണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ കയറി പറ്റിയതും. പക്ഷേ ഷമ്മാസ് അത്രയൊന്നും വീഴുന്ന ആളല്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കും. ഞാൻ അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അവളുടെ മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്ത. ആ രാത്രി മുഴുവൻ അവളുടെ മനസ്സിൽ ഷമ്മാസ് ആയിരുന്നു. എൻ്റെ ഇത്താത്ത പറഞ്ഞിരുന്നു, നല്ലൊരു ചെക്കനാണ് അവന്, എല്ലാം കൊണ്ടും നല്ലത്. അവൻ്റെ ഇഷ്ടം നേടിക്കഴിഞ്ഞാലേ നമ്മൾ കഴിച്ചില്ലായിടി എന്നുള്ളത്. എങ്ങനെയെങ്കിലും തൻ്റെ അനിയത്തിയെ ഷമ്മാസിൻ്റെ കൈകളിലൊന്ന് എത്തിച്ചാൽ കഴിച്ചിലായി എന്നുള്ള ചിന്തയായിരുന്നു ഷെറീനക്കുള്ളത്. പക്ഷേ ഷമ്മാസ് അത്ര പെട്ടെന്നൊന്നും വീഴയില്ല എന്നുള്ള കാര്യം അറിയൂലല്ലോ. അന്ന് രാത്രി തന്നെ അതാ അനിയത്തിക്ക് വിളിച്ചു നോക്കുന്നു. ഹലോ, എന്തായി, ഉറങ്ങിയോ? ഇത്താത്ത ഇപ്പം ഉറങ്ങിയിട്ടുള്ളൂ. ഇപ്പം ഉറങ്ങിയിട്ടുള്ളൂ? അതെന്തേ? അല്ല, ഷമ്മാസ് വരാൻ ലൈറ്റായി. അപ്പം പിന്നെ തന്നെ നുസീബയോ? അവർ പിന്നെ കിടന്നോട്ടെ, ക്ഷീണം കാണുമല്ലോ എന്നും പറഞ്ഞു ഞാൻ. പിന്നെ ഇന്ന് എല്ലാം ഞാനാണ് എടുത്തു കൊടുത്തത്. ചപ്പാത്തിയും കറിയും, പിന്നെ അദ്ദേഹത്തിന് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുത്തു, ന്യൂസ് പേപ്പർ എടുത്ത് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അങ്ങനെ സ്നേഹം അങ്ങോട്ട് പിടിച്ചു പറ്റാൻ നോക്ക്. എങ്ങനെയെങ്കിലും അവന് നീ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ ആയി മാറണം. അങ്ങനെ കേട്ടോ വേണ്ടത്. നുസീബാൻ്റെ അവസ്ഥ എനിക്ക് പറയാലോ. വയറ് നിറഞ്ഞു നിൽക്കണം, ഒന്നിനും കഴിയില്ല. കൈകളിലും കാലുകളിലൊക്കെ നീരാണ്. വിചാരിച്ച രീതിയിൽ നടക്കാനും ഓടാനും കഴിയില്ല. അങ്ങനെയാണ്. ഈ ഒരു അവസരം നീ നല്ല രീതിയിൽ മുതലാക്കിക്കോ. ഇവിടെ ആ ഐഷത്തെ വരുവോളം നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതല്ല അതിൻ്റെ മുമ്പ് പോരാനുള്ള ചാൻസ് എന്താകുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പോരണം കേട്ടോ. അവരെ മനസ്സിങ്ങോട്ട് നമ്മൾ കയ്യിലെടുക്കണം. അങ്ങനെ വേണം കേട്ടോ. ഏട്ടത്തിയുടെ ആ ഒരു ഉപദേശം അനിയത്തിലും കൂടുതൽ ഉഷാറ് പരത്തി. എന്നാൽ ശരിയടി, പിന്നെ വിളിക്കാം. സമയം 12 മണി ആയിട്ടും റാഹിലക്ക് ഉറക്കം വന്നില്ല. നാളെ ഷാമോൻക്ക് എന്ത് ഫുഡ് കൊടുക്കും എന്നായിരുന്നു അവൾ ആലോചിച്ചിരുന്നത്. പതിവ് പോലെ സുബഹിന് മുമ്പായിട്ട് അതാ നുസൈബ ഉണർന്നു. നുസി, എന്ത് പറ്റിയടി? എന്താ, എൻ്റെ കുട്ടിക്ക് എന്തേ പെയിനുണ്ടോ? ഇല്ലക്ക, ഞാൻ ഇന്നലെ നിങ്ങൾ വന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. അതൊന്നും സാരല്ല പെണ്ണെ. അവളുടെ വയറ് പതുക്കെ ഒഴിഞ്ഞുകൊണ്ട് ഷമ്മാസ് അവളോട് പറഞ്ഞു. എല്ലാം അവളെടുത്തു തന്നല്ലോ. ആര്? റാഹിലയോ? ഭാഗ്യമായിപ്പോയില്ലേ അവളിവിടെ എടുത്തിയത്. അല്ലേ ഇക്കാൻ്റെ സ്ഥിതി എന്താ? ഞാനെടുത്ത് കഴിക്കും. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അവളെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ആദ്യമേ പറഞ്ഞേക്കാം. പെണ്ണെ, സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങനെ പാകപ്പെടുത്തി നിർത്തുകയാണ്. നിനക്കറിയാലോ ഞാനൊരു യുവാവാണ്. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. എന്തുകൊണ്ടും എനിക്ക് വേണ്ട. നിന്നോട് ഞാനതൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു പെണ്ണിനെയൊക്കെ നമ്മളിവിടെ നിർത്തുന്നത് ശരിയല്ല പെണ്ണെ. പിന്നെ ആ പെണ്ണ് വിവാഹം കഴിച്ച് ഒഴിവാക്കിയതാണത്രേ. അവളുടെ ഭർത്താവ് എന്തോ കള്ളുകുടിയനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയതാണ്. ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞെന്നല്ല പറഞ്ഞു. പാവല്ലേ നുസി, നിനക്ക് എന്താ തോന്നുന്നത്? പല രീതിയിൽ വിളവന്മാരുണ്ടാവും, പല രീതി. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ മനസ്സ് വിടാൻ പാടില്ല. നമ്മൾ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടാൻ അവർ മടിക്കില്ല. നിന്നോടായാലും എന്നെ ആയാലും, അതാണായാലും ശരി പെണ്ണായാലും ശരി, നമ്മളെ മയക്കാനൊന്നും ഒരു ഇതും അവരടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പല രീതിയിലുള്ള ഇത് നടക്കുന്നതാണ്. പ്രത്യേകിച്ച് അവരൊന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ സ്ത്രീകളോടെ താല്പര്യമില്ല. അങ്ങനെ കരഞ്ഞു പറഞ്ഞ് എന്നോട് എന്തൊക്കെയോ ഒരുപാട് പറഞ്ഞു. അവർ രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിച്ചു പള്ളിയിൽ ഷമ്മാസ് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. പള്ളിയിലേക്ക് പോകുമ്പോഴേക്കും അതാ ആ പെണ്ണ്, ഇത് ചായ കുടിച്ചിട്ട് പോയ പോരെ? അല്ല, ഞാൻ പോയിട്ട് വരാം. പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ചായ കുടിക്കാറില്ല. എന്നാൽ ശരി. ഷമ്മാസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പ് വരെ അവളും പിന്നാലെ നടന്നുപോയി. സൂക്ഷിക്കണേ, ഇരുട്ടാണ് കേട്ടോ. പിന്നെ പല ജന്തുക്കളൊക്കെ ഉണ്ടാകും ഈ സമയത്തെന്ന് വെച്ചാൽ.
നല്ല മഴക്കാലവും തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ ശ്രദ്ധിക്കണേ, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ചെരുപ്പിലും ഷൂലൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ, ശ്രദ്ധിക്കണേ. ആ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഷമ്മാസ് അത് പറഞ്ഞുകൊണ്ട് അതാ പോകുന്നു. റബ്ബേ, ഇതിപ്പോൾ വല്ലാത്തൊരു തൊടുന്നിടത്തും പിടിക്കുന്നിടത്തൊക്കെ ഇവളാണല്ലോ. എൻ്റെ കാര്യങ്ങൾ ഇവളെന്താ എൻ്റെ ഭാര്യയോ? എൻ്റെ കാര്യം ഇങ്ങനെ നോക്കാൻ? സാധാരണ ഭർത്താക്കന്മാരുടെ കാര്യങ്ങളൊക്കെ ഭാര്യയാണ് നോക്കാറുള്ളത്, പക്ഷെ വേലക്കാർ ഇത്രയധികം നോക്കുമോ? എനിക്കറിയുന്നില്ല റബ്ബേ. പഠിച്ചോൻ കാക്കട്ടെ. ഉമ്മ എങ്ങനെ അറിഞ്ഞാൽ പിന്നെ വെച്ചക്കൂല. ഉമ്മയോട് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു പക്ഷേ അവൾക്കതൊരു ബുദ്ധിമുട്ടുമാവും. അവൾ ഉണ്ടാവുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞാലും നുസി അവളെ വീട്ടിൽ പോയി നിൽക്കണ ആലോചിക്കുമ്പോഴും എനിക്കൊരു ബുദ്ധിമുട്ട്, പ്രയാസം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഷോപ്പിൽ അല്പം തിരക്കായും ചെയ്തു. ഇനിയിപ്പോൾ ഇവളാണെങ്കിൽ വിടാതെ പിടിക്കുകയാണ്, അറിയുന്നില്ല. ഷമ്മാസ് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തു. റബ്ബേ, എല്ലാ പ്രശ്നങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ. നുസി, അവൾക്ക് കാലിൽ നീരെല്ലാം കൂടിയിട്ടുണ്ട്. അവൾക്ക് ശരിക്കും നടക്കുവാൻ തന്നെ കഴിയുന്നില്ല. അവൾ ഉളുഹ് ചെയ്ത് നിസ്കരിച്ച് നിസ്കാരപ്പായൽ ഇരുന്നു. അവളുടെ കാലുകളൊക്കെ വല്ലാതെ വേദനിക്കുന്നു. പഠിച്ചവനെ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആലോചിച്ചു പോയി. അവൾ ഉമ്മയെ ഓർത്തു. പഠിച്ചവനെ, ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാനോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഇവളോട് വിളിച്ച് പറയുമ്പോൾ ഷാമോനുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. വല്ലാത്ത ദാഹമാണ് അവൾക്ക് അനുഭവപ്പെടുന്നത്. റബ്ബേ, തൊണ്ട വറ്റി വരളുന്നു. ഖുർആൻ ഓതാനൊന്നും ഇരിക്കാൻ കഴിയണില്ലല്ലോ അല്ലാ. എങ്ങനെയെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരുതി അവൾ വിളിച്ചു. റാഹില, റാഹില, റാഹില. അത് കേട്ടു. ആരാ വിളിക്കണ്ടോ? റാഹില, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ മോളെ? എന്തപ്പോ ഇങ്ങനെ വിളിക്കണേ? ഞാനെന്താ ഇവിടുത്തെ ഇത്താത്ത പറഞ്ഞത്. അപ്പോഴാണ് അവളത് ഓർത്തത്. നുസൈബയുടെ കാര്യം നീ നോക്കാൻ നിൽക്കണ്ട, ഈ ഷമ്മാസിൻ്റെ കാര്യം നോക്കിയാൽ മതി. അവനെ കയ്യിൽ കിട്ടിയാലാണ് നമുക്ക് കാര്യം. അവൻ്റെ കാര്യം നോക്കിയാൽ മതി. നുസൈബ് എന്തേ ആയിക്കോട്ടെ, നമുക്കൊരു വിഷയവും ആ കാര്യത്തിൽ. ഓനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് വെച്ചിക്കണ് ഓളെ കാര്യത്തിന് നോക്കാനും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഈ ഓൻ്റെ കാര്യത്തിലാണ് ഉഷാറ് കാട്ടേണ്ടത്. ഇത്താത്തിയുടെ ആ ഒരു ഉപദേശമാണ് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. വീണ്ടും നുസൈബ വിളിക്കുന്നു. റാഹില, കുറച്ച് വെള്ളം കൊണ്ടു തരുമോ? പാവത്തിന് എഴുന്നേൽക്കാൻ വരെ കഴിയാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇത്താത്ത പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് റാഹില അടുക്കള ഭാഗത്തേക്ക് മാറി മറിഞ്ഞു. ഷമ്മാസ് പള്ളിയിൽ നിന്ന് വരുന്നുണ്ട്. വരുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട്, ഇക്ക പള്ളി കഴിഞ്ഞ് വന്നോ? ഇത് ചായ. നേരത്തെ ചായ കുടിക്കാതെ പോയില്ലേ? ഇത് വേറെ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഫ്രഷ്. ഇതാ, ഇത് കുടിച്ചോളി. സ്നേഹത്തോടെ ഷമ്മാസിനെ ഡൈനിങ് ടേബിളിൽ അവൾ ഇരുത്തി. സ്നാക്ക് ഇതാ, ചെറിയ രീതിയിലുള്ള സ്നാക്കൊക്കെ ഉണ്ട്, കുടിക്ക്. അവളും കൂടെ. ഷമ്മാസിന് അതാണ് ഇഷ്ടപ്പെടാത്തത്. അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ നേരെ മുമ്പിലായി വന്നിരിക്കും. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് ഷമ്മാസിന് തീരെ ഇഷ്ടപ്പെടാത്ത സംഭവമായിരുന്നു. നുസി, ഷമ്മാസ് ഉറക്കെ വിളിച്ചു. നുസി. ആ ഇക്ക. നുസി, നീ എവിടെ വേണേ? സാധാരണത്തെ രീതിയിൽ കിച്ചണിലെത്താറുള്ള നുസി ഒന്ന് എത്തിയില്ല. ഇക്ക, ഞാൻ അവിടെ ഉണ്ട്. ഷമ്മാസ് വന്നപ്പോൾ നിസ്കാരപ്പായിൽ അതുപോലെ ഇരിക്കുകയാണ്. പഠിച്ചോനെ, കാലിലൊക്കെ വല്ലാതെ നീര് വന്നല്ലോ. ഷമ്മാസ് അവളുടെ കാൽ പിടിച്ചു നോക്കി. ആഹാ, നല്ലതായിട്ടത് എന്ത് സംഭവം? ഇങ്ങനെ ഉണ്ടാവുമോ? ഇക്ക, അത് കുറച്ച് കഴിഞ്ഞാലൊക്കെ ഉണ്ടാവും. ഇക്ക, എനിക്ക് കുറച്ച് വെള്ളം, എൻ്റെ തൊണ്ട വല്ലാതെ വരളുന്നു. പെണ്ണ്, നീ അവളോട് ചോദിക്കണ്ടേ? എന്താ നീ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇവള് നിർത്തിയത്? ഷമ്മാസ് പെട്ടെന്ന് തന്നെ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്നു. ഇങ്ങോട്ട് ധരിക്ക, ഞാൻ കൊടുത്തോളാം. നുസിത്താക്ക് എന്നെ വിളിച്ചാൽ പോരെ? അതെന്താ എന്നെ വിളിക്കാതിരുന്നത്? അവൾ ഷമ്മാസിൻ്റെ കൈകളിൽ നിന്ന് വെള്ളം വാങ്ങി. നുസിത്ത, ഇതാ കുടിച്ചോളി, എന്നെ വിളിക്കണ്ടേ? എന്താ എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ വിളിച്ചല്ലോ കുറേ. ആ, ഞാൻ കേട്ടില്ല. ഞാൻ കിച്ചണിനെ കുറിച്ച് ഉറക്കെ വിളിക്കണ്ടേ? എന്നാൽ ഷമ്മാസിനെ തൻ്റെ ഭാര്യയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് റാഹിലയോടും മതിപ്പ് തോന്നി. റാഹില, നീ ഉള്ളത് വല്ലാത്ത ഭാഗ്യം തന്നെ. എന്തൊക്കെ തന്നെയാലും അവളെ കാര്യമൊക്കെ നോക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് വന്നിട്ട് നീ അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു പോവരുത് കേട്ടോ. അതുകൊണ്ടല്ല ഇപ്പം ഞാൻ നിന്നിവിടെ നിർത്തുന്നത്. ഇത്താത്ത, എന്നെ വിളിച്ചാൽ പോരെ? എൻ്റെ കാലിൽ അല്ലാ നീരുണ്ടോ? അവൾ വെറുതെ അതാ നുസൈബയുടെ ആ മനോഹരമായ കാലുകൾ പിടിച്ച് ഞെക്കുന്നു. ആ വേണ്ട, മെല്ലെ നിൽക്കിയാൽ മതി, ഷമ്മാസ് പറയുന്നു. അല്ലേ, വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞാൽ ചിലപ്പം കാലിന് നീര് പോയെങ്കിലോ?
അല്ല അത് ഒഴിയണ്ട, അതങ്ങനെ താനെ പോയിക്കോളും, കുഴപ്പമില്ല. നുസി എന്തുണ്ടെങ്കിലും വാങ്ങിക്കേണ്ട പെണ്ണെ, നീ മിണ്ടാതിരുന്നപ്പോൾ എങ്ങനെയാ? അതിനല്ല ഇവളെ നിർത്തിയത്. റാഹില എന്തേക്ക? പിന്നെ നുസിയുടെ കാര്യം നോക്കണം കേട്ടോ നല്ല രീതിയിൽ. ആയിക്ക ഞാൻ നോക്കുന്നുണ്ടല്ലോ, എന്നോട് പറഞ്ഞാൽ പോരെ. ഞാൻ വിചാരിച്ചു ഇത്ത നിസ്കരിച്ചിട്ട് നിസ്കരിക്കാന്ന് വിചാരിച്ചു ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഞാനൊന്ന് വന്ന് നോക്കിയപ്പോൾ നിസ്കരിക്കായിരുന്നു, പിന്നെ ഒന്നും ഞാൻ കേട്ടില്ല. ആ റാഹില, നുസിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ചോദിച്ചു നോക്ക്. എന്താ നുസി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ പറഞ്ഞോളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് പറഞ്ഞോളൂ കേട്ടോ. എന്തായാലും വേണ്ടില്ല റാഹില, എന്തായാലും കുഴപ്പമില്ല. സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോ. സത്യം പറഞ്ഞാൽ പാവം നുസൈബ, അവളെ ആ പെണ്ണ് ചതിക്കുകയാണ് എന്നുള്ളതൊന്നും നുസൈബ അറിയുന്നില്ല. നുസൈ വാ എണീക്ക്. അവളുടെ കാലുകൾ കൊണ്ട് നടക്കുവാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിൽ പോകണോ പെണ്ണേ? ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ടിക്ക, അതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അത് ഇന്നെന്താ അറിയില്ല, ഭയങ്കര ഒരു അതൊന്നും കുഴപ്പമില്ല, സാരല്ല കേട്ടോ. ഞാൻ പതുക്കെ ഇങ്ങനെ ചെറു ചുടുവെള്ളത്തിലിങ്ങനെ പതുക്കെ പിടിച്ചു തന്നാലോ? ആ കുഴപ്പമുണ്ടാവോ? ഇല്ല. നുസൈബയെ പതുക്കെ പൊക്കിയെടുത്ത് ഷമ്മാസ് ബെഡിലേക്ക് ഇരുത്തി. നിസ്കാരപ്പായൊക്കെ ഇട്ടിട്ട് പെണ്ണിനെ എണീക്കാൻ വയ്യ. എടി പെണ്ണെ, നീ എന്തിനാ അങ്ങനെ ഇരുന്ന് കിടന്നൊക്കെ നിസ്കരിക്കണേ? നിനക്ക് ചേറിൽ നിസ്കരിച്ചാൽ പോരെ? ഇക്ക, ഞാൻ കഴിയുന്നതും എങ്ങനെ നിസ്കരിക്കാൻ കഴിയും, അങ്ങനെയാണ്. അല്ല പെണ്ണെ, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അനക്കൊക്കെ ഇല്ലേ? ഷമ്മാസ് നുസൈബയുടെ വയറിൽ പതുക്കെ ചെവി വെച്ച് നോക്കി. ആഹാ, എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്തത് കിടന്ന് മറിയണല്ലടി മൊത്തത്തിൽ. ഷമ്മാസിൻ്റെ മുടിയിഴകളിലൂടെ അവൾ നുസൈബ കൈകൾ കൊണ്ട് തലോടി. എന്നാൽ പെട്ടെന്ന് അതാ അവൾ അങ്ങോട്ട് കടന്നു വന്നു. വാതിൽ ചാരിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. വാതിൽ തള്ളി തുറന്ന് അതാ റാഹില കടന്നു വരുന്നു. അതേ പിന്നെ, എന്നാൽ അവൾ വന്നപ്പോൾ ആ ഒരു കാഴ്ചയാണ് കണ്ടത്. നുസൈബയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് ഷമ്മാസ് കിടക്കുന്ന ആ ഒരു രംഗം. അവൻ്റെ മുടിയിഴകളിലൂടെ നുസൈബ പതുക്കെ തലോടുന്നുമുണ്ട്. അത് വയറിൽ ചെവി വെച്ച് കിടക്കുന്ന പോലെയാണ്. നുസൈബ ചിരിക്കുന്നുണ്ട്. എന്താ സുഖം രണ്ടാളുടെയും. അവൾക്ക് ആ ഒരു കാഴ്ച കണ്ട് സഹിച്ചില്ല. നേരെ ചോദിച്ചു, ഷാമോനെ ഒന്നിവിടെ വരുമോ? എന്താടി? അതെ, ഈ അയലൊന്ന് കെട്ടിത്തരാനേ, ഡ്രസ്സിറാനെ അയൽ പൊട്ടിക്കെടുക്കുകയാണ്. അവൾ എങ്ങനെയോ ഒരു വിധത്തിൽ ഒരയല് അപ്പോഴേക്കും പൊട്ടിച്ച് താഴെ ഇട്ടിരുന്നു. ഇക്ക പോയി നോക്കി. വേണ്ട, കുറച്ച് കഴിയട്ടെ. എന്താ രാവിലെ തന്നെ പലക്കി എന്താ ഇവിടെ പരിപാടി? ഷമ്മാസ് പോകാൻ കൂട്ടാക്കിയില്ല. നുസൈബയുടെ കൂടെ തന്നെ അവൻ കിടക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഇക്ക, അതെ ഇന്നലത്തെ കുറച്ച് ഡ്രസ്സ് പുറത്തേക്കിടാൻ വേണ്ടിയിട്ടായിരുന്നു, ഒന്നും ഉണങ്ങിയിട്ടില്ലല്ലോ. ഷമ്മാസിന് സത്യം പറഞ്ഞാൽ ഇഷ്ടമേ അല്ലായിരുന്നു അവളുടെ അടുക്കിലേക്ക്. പക്ഷേ നുസൈബ് പറഞ്ഞു, ഇക്ക എണീറ്റോളി, എനിക്ക് ഇതിൽ എണീക്കാൻ കഴിയാത്തല്ലേ, നിങ്ങൾ എണീറ്റോളി. അവൻ്റെ തല പതുക്കെ നുസൈബ പൊക്കി. എന്താടി, എനിക്ക് നല്ല ഇഷ്ടമാണ് നിൻ്റെ മടിയിലൊക്കെ ഇങ്ങനെ കിടക്കാൻ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ കിടക്കുന്ന പോലെ തന്നെയാണ് എനിക്കുള്ളത്. കിടക്കാലോ, ഇൻഷാ അല്ലാ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലി, ഓൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തു കൊടുത്താളി. മറ്റേതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശല്യം, മര്യാദക്കൊന്നും ഭാര്യൻ്റെ മടിയിൽ തലവെച്ച് കിടക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ. ഇക്ക, അങ്ങനെയാണെങ്കിൽ വാതിൽ കുറ്റിരണ്ടേ? എന്താ പെണ്ണേ, ഇതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട പോലെയായി ഇത് അല്ലേ? നുസൈബയുടെ കവിളിൽ പതുക്കെ ഒന്ന് നുള്ളിക്കൊണ്ട് അതാ ഷമ്മാസ് പുറത്തേക്ക് പോകുന്നു. റാഹില, ഇക്ക എവിടെയാണ് കയറി, എവിടെ കെട്ടേണ്ടത്? ഇവിടെ ഓൾറെഡി ഇഷ്ടംപോലെ ഉണ്ടല്ലോ, പിന്നെന്തിനാ? അല്ലിക്ക, ഒരുപാട് ബെഡ്ഷീറ്റും പുതുപ്പുകളൊക്കെ ഒന്ന് അലക്കിയിടാന്നൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തിനാ മഴക്കാലത്ത് അതൊക്കെ ചെയ്യുന്നത്? അല്ലേ, എന്നാലും ഇതുകൂടെ കെട്ടിത്തന്നാളി. അങ്ങനെ അതാ ഷമ്മാസ് അയൽ കെട്ടാൻ വരുമ്പോഴേക്കും അവൾ ഒരു സ്റ്റൂളിൽ കയറി അറിയാതെങ്ങ് മറിയുന്ന പോലെ ഒന്നങ്ങട് വീണു. എന്താടി, എന്ത് പറ്റിയോ? ഷമ്മാസ് ആകെ ബേജാറായിപ്പോയി. ഇക്ക, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയണില്ല. എന്തിനാ നീ ഇപ്പോൾ സ്റ്റൂളിൽ കയറിയത്? ഞാൻ എന്താണിത്? ഞാൻ വന്നത് ഇപ്പം അതിന് വേണ്ടിയിട്ടില്ല, ആവശ്യമില്ലാത്തൊരു പണി വെറുതെ ഉണ്ടാക്കി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇക്ക, എനിക്ക് എഴുന്നേൽക്കാനും കഴിയണില്ല. ഷമ്മാസ് ആകെ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എന്താപ്പം ഞാൻ ചെയ്യാം? എനിക്കറിയുന്നില്ല. ഞാൻ അവളെ പിടിച്ച്
പൊന്തിക്ക്. ഷമ്മാസ് ആ സ്റ്റൂള് അവളുടെ അടുത്തേക്ക് നീക്കി കൊടുത്തു. ദാ ഇതിൽ പിടിച്ച് പതുക്കെ എഴുന്നേറ്റോ. ഒരിക്കൽ പോലും അങ്ങനെയൊരു ചെയ്യുമെന്നുള്ള കാര്യം അവൾ വിചാരിച്ചതേയില്ല. ഷമ്മാസ് തന്നെ വാരിയെടുത്ത് കൊണ്ടുപോയി ബെഡിൽ കിടത്തും എന്നായിരുന്നു അവളുടെ ചിന്ത. എന്നാൽ അത് നടന്നില്ല എന്ന് മാത്രമല്ല, ആ സ്റ്റൂൾ അവളുടെ അരികിലേക്ക് നീക്കി കൊടുക്കുകയാണ് ഷമ്മാസ് ചെയ്തത്. റാഹില, അതിൽ പിടിച്ച് പതുക്കെ എഴുന്നേക്ക്. എന്തിനെ ആവശ്യമില്ലാത്ത വെറുതെ എന്തിനൊരു പണിയെടുക്കാൻ നിൽക്കുന്നത്? ഒരിക്കൽ പോലും ഷമ്മാസ് അവളെ സ്പർശിച്ചില്ല. ഷമ്മാസിന്റെ സ്പർശനമായിരുന്നു അവളുടെ ലക്ഷ്യം. അത് ഷമ്മാസിന്റെ നെഞ്ചിലൊന്ന് അമർന്ന് കിടക്കണം. അത് എന്നെ കോരിയെടുത്ത് കൊണ്ടുപോയി അവൻ ബെഡിൽ കിടത്തും. അവൻ്റെ ചിന്തകളെല്ലാം മാറി മറിയും. അവൻ എന്നെ നെഞ്ചോട് ചേർക്കും, എന്നെ പുൽകും, എനിക്ക് ഒരുപാട് ചുംബനങ്ങൾ തരും. ഒടുവിൽ സുഖമില്ലാത്ത നുസൈബയെ മാത്രമല്ല എന്നെയും അവൻ അവൻ്റെ ഭാര്യയായി സ്വീകരിക്കും. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയാണ് ഷമ്മാസിനെ റാഹില ആ സമയത്ത് അങ്ങോട്ട് വിളിച്ചത്. പക്ഷേ ഷമ്മാസിൻ്റെ ആ ഒരു പ്രതികരണം അങ്ങനെയായിരുന്നു. സ്റ്റൂൾ പിടിച്ച് കയറുവാൻ വേണ്ടി പിടിച്ചെഴുന്നേൽക്കുവാൻ വേണ്ടി അവൻ ആവശ്യപ്പെടുന്നു. ആ ഒരു ചെയറിൻ്റെ ഒരു ഭാഗത്ത് അവൻ അമർത്തി കൊടുത്തു, മറുഭാഗത്ത് പിടിച്ചെഴുന്നേൽക്കുവാൻ തന്നെ പറഞ്ഞു. എഴുന്നേറ്റോ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? എന്താ വടി വേണോ? ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് സത്യം പറഞ്ഞാൽ അവളുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഏട്ടത്തി പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കും ഒരു പക്ഷേ. തലേ ദിവസം രാത്രി ഒരുപാട് സംസാരിക്കും. പുതിയ ഐഡിയകളൊക്കെ ഏട്ടത്തി പറഞ്ഞു കൊടുക്കും. ഏറ്റാൽ ഏറ്റില്ലേ അതിനു വേണ്ടിയിട്ട്. പക്ഷെ നിരാശയായിരുന്നു ഫലം. എന്നാൽ പുറത്ത് ഒച്ചപ്പാടും ബഹളം കേട്ട് അതാ പതുക്കെ നുസി നടന്നു വരുന്നു. ഇക്ക, കാലുകൊണ്ട് അത്രയും നമ്മൾക്ക് നടക്കാൻ കഴിയുന്നില്ല. എങ്കിലും അവൾ വന്നു. ഇക്ക, എന്താ ആ പെണ്ണത് അവൾ പിടിക്കണ്ടേ? നുസൈബ പതുക്കെ അങ്ങോട്ട് കടന്നു ചെന്ന്, എന്ത് പറ്റി? എന്താ ഇക്ക പറ്റിയത്? അവള് കാല് തന്നെ വീണാണ്. ഓള് വെറുതെ ആവശ്യമില്ലാത്തൊരു പണിയെടുത്തതാണ്. സ്റ്റൂളിൽ അവള് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തു കൊടുക്കൂലേ? ഇക്ക, നുസി ഇങ്ങോട്ട് നിന്ന്, അവൾ എണീറ്റോളും. നുസൈബ അവളുടെ നേരെ കൈ കാണിച്ചു. ഇതാ റാഹില, പിടിച്ചോളി. എന്താ നുസിത്ത നിങ്ങളീ പറയണത്? ഞാൻ നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾ വീഴൂലേ? നിങ്ങൾക്ക് എന്തേ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആവൂലേ? അല്ലാ, ആലോചിക്കാൻ കൂടി കഴിയണില്ല. അവളുടെ അഭിനയം വീണ്ടും നുസിയോട് സ്നേഹമുള്ള രീതിയിൽ ഷമ്മാസ് പറഞ്ഞു. റാഹില, എങ്ങനെങ്കിലും ഞാൻ നിന്റെ ഇത്താത്തയെ വിളിക്കണോ? വേണ്ട, ഇത്താത്തയെ വിളിക്കാം, ഒന്ന് പൊക്കി തരാൻ. അല്ലാതെ ഞാൻ നിനക്ക് കൈ തരുന്നത് ശരിയല്ലല്ലോ. അവളുടെ മനസ്സിലെ ആഗ്രഹം അതങ്ങനെ അങ്ങ് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. നുസി, നീ അവളെ ഇത്താത്തയൊന്ന് വിളിച്ചേ, അവൾ വന്നോളും. അല്ല അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യാൻ? നമുക്ക് പിടിക്കാനൊന്നും പറ്റൂലല്ലോ. വേണ്ടിട്ടോ, ഇത്താത്തയൊന്നും വിളിക്കണ്ട, ഞാൻ എഴുന്നേറ്റോളാം. പതുക്കെ നിങ്ങൾ പോയിക്കോളി. എന്നാൽ നുസൈബയും ഷമ്മാസും അവിടെ നിന്ന് പതുക്കെ മാറി നിന്നു. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഷമ്മാസ് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും, എന്നെ ബെഡിൽ കൊണ്ടുപോയി കെടുത്തുന്നൊക്കെ ഞാൻ വിചാരിച്ചു. എവിടെ, അതൊന്നും അത്ര പെട്ടെന്ന് വീഴുന്ന ടൈപ്പല്ല. അവൾ പതുക്കെ എഴുന്നേറ്റ്. കാലിനൊക്കെ വേദന ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഷമ്മാസും നുസൈബയും അതാ അവിടെ നിന്ന് വന്ന് നോക്കി. എന്തായി, എഴുന്നേറ്റ് നടക്കാൻ കഴിയണുണ്ടോ? ഇപ്പം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ശരിയായിക്കോളും. പിന്നെ ഉയരത്തിലൊന്നും വെറുതെ കയറാൻ നിൽക്കണ്ട. ഇവിടെ പിടിക്കാനൊന്നും ആളില്ല, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഇവിടെ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്കും പറ്റില്ല, അവൾക്കും പറ്റില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യാം? ആയിക്കോട്ടെ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം കേട്ടോ നല്ല രീതിയിൽ. ഷമ്മാസ് റാഹിലയെ ഉപദേശിച്ചു. തൻ്റെ സ്വപ്നങ്ങൾ നടക്കാത്തതിൽ വളരെയധികം ഖേദമുണ്ടായിരുന്നു റാഹിലക്ക്. ഇനിയിപ്പോൾ എന്താ പരീക്ഷിച്ച് നോക്കുക, എല്ലാത്തിലും പരാജയപ്പെടണം. ഞാൻ ഇത്താത്ത പറഞ്ഞൊന്നും എനിക്ക് നടക്കും തോന്നുന്നില്ല. ഇത്താത്തക്കാൻ ഇതൊക്കെ നടക്കുള്ളൂ. ഇത്താത്താൻ്റെ പണിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ, അല്ലാതെ ഞാനൊന്നല്ല. റാഹിലയുടെ ആ ഒരു ബുദ്ധിയൊന്നും അവിടെ വില പോകുന്നില്ല എന്നുള്ള യഥാർത്ഥ സത്യം അവൾക്ക് മനസ്സിലാവുകയാണ്. എന്തൊക്കെ തന്നെയായാലും ഷമ്മാസ് ഇതുവരെ ഒരു തെറ്റും ചെയ്യാതെ പിടിച്ചു നിന്നിട്ടുണ്ട്. അവൻ്റെ ഭാഗത്ത് തെറ്റായ രീതിയിൽ ഒന്നും നടന്നിട്ടില്ല. അവനെ പെട്ടെന്നൊന്നും വീഴ്ത്താൻ ഇവൾക്ക് കഴിയൊന്നുമില്ല. ഷെറീനക്കും അവളുടെ അനിയത്തി റാഹിലക്കും. ഒരുപക്ഷെ ഉമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം. പടച്ച റബ്ബേ, എൻ്റെ മക്കളെ നീ ഹൈറായ രീതിയിലാക്കണേ റഹ്മാനെ. അവരുടെ ഭാഗത്ത് ഒരു തെറ്റുകുറ്റങ്ങളും വരരുതേ അല്ലാ. എൻ്റെ കുട്ടികളെ സ്വാലിഹായ മക്കളാക്കണേ. ആ ഉമ്മയുടെ ദുആ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നത്.
ആ നിമിഷവും ഷമ്മാസ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഓർത്തു. അല്ലാ, എൻ്റെ ഉമ്മ, പഠിച്ചോനെ അള്ളാഹുവേ, എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നത്. അള്ളാഹുവേ, ഞാനെങ്ങാനും അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നുസിയെങ്ങാനും കാണാൻ, നുസി കാണണ്ട, മുകളിലിരിക്കുന്ന ആളുണ്ട്, അത് കാണാൻ ഒരവസരം ഞാൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പഠിച്ചോനെ എന്തായിരിക്കും. എന്തൊക്കെ തന്നെയാലും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഷമ്മാസ് ഓർത്തു. ഉമ്മയെ ഒന്ന് കണ്ട് സംസാരിക്കണം, ഉമ്മയോട് ഒന്ന് വീഡിയോ കോൾ ചെയ്യട്ടെ. ഇപ്പോൾ ഉംറയിലാണോ അതോ റൂമിലാണോ എന്തോ അറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ഷമ്മാസ് ഉമ്മയെ വിളിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.